നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാമേട്ടാ, ഒന്ന് വേഗം വാ, ദേ ജോത്സരെത്തി. നമസ്കാരം. 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 ഞങ്ങള് കാത്തിരിക്കായിരുന്നു. ഞാൻ വൈകില്ലല്ലോ അല്ലേ? ഇല്ലില്ല, വരൂ വരൂ. ഇരിക്കെ. നമസ്കാരം. അമ്മേ, സുഖം തന്നെയല്ലേ? സുഖം തന്നെ ജോത്സരെ. കൈമൽ സാർ അവിടെ പോയി. അച്ഛനൊരു അഡ്വക്കേറ്റിനെ കാണാൻ പോയിരിക്ക. ഇപ്പൊ വരും. ജോത്സരെ, ഇവിടുത്തെ കുഞ്ഞിന്റെ 28 കെട്ടിന് മുഹൂർത്തം കുറിപ്പിക്കാനാ ജോത്സരെ വിളിപ്പിച്ചത്. ഇവിടത്തെ കുഞ്ഞെന്ന് പറയുമ്പോ കാർത്തിക് സാറിന്റെ കുഞ്ഞല്ലേ? അതെ. ആ കുഞ്ഞിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ ദാ നിൽക്കുന്നത്? ജോത്സരെ, ഭാരിച്ച കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. സാവിത്രി, ക്ഷണിച്ചു വരുത്തിയവരോട് കുറച്ചുകൂടെ മര്യാദ പാലിക്കൂ. ഒരു ശുഭമുഹൂർത്തം കുറിക്കാനാ ഞാൻ വന്നത്, അല്ലാതെ അശുഭകാര്യങ്ങളൊന്നും പറയാനല്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ കുടുംബമാ ചെമ്പകമംഗലം. പാരമ്പര്യം ഏറെ പറയാനുള്ള മാതൃകാ കുടുംബം. ഇവിടെ ഇങ്ങനൊരു കയറ് കെട്ടി മനസ്സുകളെ കീറി മുറിക്കരുതായിരുന്നു. ഇയാളെന്റെ നാവിന്ന് നല്ലത് 4 എണ്ണം കേട്ടേ അടങ്ങും. കുഞ്ഞ് ഏത് നക്ഷത്രത്തിലാ ജനിച്ചത്? നക്ഷത്രം കൊച്ചിന്റെ അച്ചമ്മയ്ക്ക് അത് അറിയത്തില്ലല്ലേ? കുഞ്ഞിന്റെ നാളെ തിരുവോണ. യഥാർത്ഥത്തിൽ കുഞ്ഞിന്റെ അച്ചമ്മ നന്ദിനി മേഡമാണല്ലോ. ജോത്സരെ, നിങ്ങളെ ഞങ്ങൾ വിളിപ്പിച്ചിരിക്കുന്നത് സമയം നോക്കാന്. അത് മാത്രം ചെയ്താൽ മതി. തിരുവോണം നക്ഷത്രം. കുഞ്ഞിന്റെ അച്ഛന്റെ നക്ഷത്രമോ? വിശാഖം. അമ്മയുടെ നാള് ക്ഷമിക്കണം, അമ്മയില്ലല്ലോ. ജോത്സരെ, ഞാനാ കുഞ്ഞിന്റെ അമ്മ. ഇപ്പോ എന്റെ നാളെ മതിയോ? മോളുടെ നാള് മകമല്ലേ, അതെനിക്കറിയാം. വരുന്ന 21-ന് രാവിലെ 28 കെട്ടുന്നതിനും കുട്ടിക്ക് പേരിടുന്നതിനും നല്ലൊരു മുഹൂർത്തമുണ്ട്. എന്തു പറയുന്നു? കുറച്ച് ജോത്സരെ, എനിക്ക് കുഴപ്പമില്ല. ദാ വെച്ചോളൂ. മീനാക്ഷി, ഇങ്ങോട്ട് കൊണ്ട. എന്തോന്ന് മീനാക്ഷി? മംഗളകർമ്മങ്ങൾ നടത്തുമ്പോ ദയവായി ഇങ്ങനെ അതിർവരമ്പുകളിട്ട് നിർത്തരുത്. എല്ലാവരും ഒരേ മനസ്സോടെ നടത്തണം. അല്ലെങ്കിൽ ഈ ചെയ്യുന്നതിനൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവില്ല.
എന്താ പറ്റിയത്? ഇപ്പൊ എല്ലാം കുറഞ്ഞു ദേവി. ഇതൊക്കെ നീ തിരക്കേണ്ട കാര്യം നിന്റെ ആരാടാ ഇവള്? ആസ്ഥാനത്ത് കടന്നു വന്ന അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചാലേ കിടന്നുറങ്ങാനുള്ള സ്ഥലം വരെ നിനക്കില്ലാണ്ടാവും. പറഞ്ഞേക്കാം. വാ മോളെ. മോനെ ജയറാം, നന്ദിനിക്കൊരു തലകറക്കം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. വാ മോളെ, അകത്ത് പോയി കിടക്ക. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് എന്ത് പറ്റിയതാ? അമ്മയ്ക്കൊന്നുമില്ല മോളെ, ഒരു തലകറക്കം വന്നതാ, അതങ്ങ് മാറി. മെന്റൽ സ്ട്രെസ് ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ വരാൻ എന്താണാവോ കാര്യം? അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നു. കാറിന്ന് മരുന്നെടുക്കാൻ മറന്നു. ഇപ്പൊ എടുത്തിട്ട് വരാം. അമ്മയ്ക്ക് എന്ത് കാര്യം കൊണ്ടാ മെന്റൽ സ്ട്രെസ്? അതുകൊണ്ടൊന്നല്ല മോളെ, അതൊക്കെ ഡോക്ടറിന്റെ കണ്ടെത്തല. എനിക്കിപ്പോ ഒരു അസുഖമില്ല. ഓരോരുത്തരുടെ മാനസികാവസ്ഥ അവർക്കല്ലേ അറിയൂ. നമുക്കതൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ ഒക്കുവോ? എന്റെ മോള് ടെൻഷൻ ആവണ്ട, അമ്മയ്ക്കെല്ലാം മാറി. ആ, ദേ കുഞ്ഞുറങ്ങി. ചെല്ല്, കൊണ്ടുപോയി തൊട്ടിലിൽ കിടത്ത്. പോ, ചെല്ല്. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.